ഹായ് ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ ഡിജി പഞ്ചായത്ത് എന്നുള്ള പ്രോജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രോജക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പഞ്ചായത്ത് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു പഞ്ചായത്തിന്റെ മെയിൻ ഓപ്പറേഷൻസ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മൊത്തം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിലുള്ള മെയിൻ എയിം പഞ്ചായത്ത് എങ്ങനെയാണ് ഒരു വില്ലേജിൽ വർക്ക് ചെയ്യുന്നത്, ആ രീതിയിലെ എല്ലാ പ്രോസസ്സും നമ്മളിവിടെ ഡിജിറ്റലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഈ പ്രോജക്റ്റിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പഞ്ചായത്തിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും ഇവിടെ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, റോഡ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു വില്ലേജിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ആയിരിക്കും കൺസെന്റ് ചെയ്യുന്നതും പഞ്ചായത്തിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ഈ പ്രോജക്റ്റിന്റെ ഒരു പാർട്ടാണ്. ഇതുവരെ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ഒരു പേഴ്സൺ ടു പേഴ്സൺ അവിടെ നേരിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഡിജിറ്റൈസ് ചെയ്യുന്നു. നമ്മൾ ഇനി വെബ്സൈറ്റിലേക്ക് വരുന്നു. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഡിജി പഞ്ചായത്തിന്റെ വെബ്സൈറ്റ്. നമ്മൾ ഇനി ഇത് ലോഗിൻ ചെയ്ത് ഓരോ മൊഡ്യൂൾസും കാണിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് അബ്സ്ട്രാക്ട് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ആദ്യം പറഞ്ഞ മാതിരി എന്താ പറയാ, IT ഇൻവോൾവ്മെന്റ് ഇപ്പൊ എല്ലായിടവും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും എല്ലാം നല്ല രീതിക്ക് അപ്ലൈ ആവുന്നുണ്ട്. ഈ പ്രൊജക്റ്റിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ IT ഇൻഫർമേഷനും ടെക്നോളജി എല്ലാം ഇപ്പം നിലവിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലിവിങ് ബെറ്റർ ആക്കുന്ന ഒരുപാട് പരിപാടികളാണ് എല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെബ്സൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. ആണെങ്കിൽ ഈ നിലവിൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ മനുഷ്യരും അവരുടെ പൊസിഷൻ അനുസരിച്ചുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പബ്ലിക് ആവട്ടെ, അവിടുത്തെ സ്റ്റാഫ് ആവട്ടെ, പിന്നെ ഈ വെബ്സൈറ്റിന് അഡ്മിൻ ആവട്ടെ, ഇവര് മൂന്നുപേരാണ് ഇതിന്റെ മെയിൻ അഡ്മിൻ മൊഡ്യൂൾസ് എന്ന് പറയുന്നവർ. ഈ യൂസേഴ്സ് തന്നെയാണ് ഈ പ്രൊജക്ടിന്റെ മൊഡ്യൂൾസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ അഡ്മിൻ പോർട്ടൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ ഈ പ്രോജക്റ്റിൽ അഡ്മിൻ പോർട്ടലിൽ ഏതൊക്കെ ഓപ്പറേഷൻസും ഏതൊക്കെ ഫംഗ്ഷനാലിറ്റീസും ഉണ്ടെന്ന് കാണിച്ചു തരാം. അഡ്മിൻ ക്രെഡൻഷ്യൽസും പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്തു, ലോഗിൻ ചെയ്തു. അപ്പോൾ ഇതാണ് അഡ്മിന്റെ ഹോം പേജ്. അഡ്മിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ന്യൂ റിക്വസ്റ്റ്. ഇപ്പം ഈ വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ, പബ്ലിക്കോ സ്റ്റാഫോ ആവട്ടെ, അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ഞാൻ നെക്സ്റ്റ് ഈ അഡ്മിൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കാണിച്ചു തരാം. അപ്പോൾ രജിസ്ട്രേഷനകത്ത് പബ്ലിക്കും ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക് ആരെങ്കിലും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കിനകത്ത് വരുന്നു, ആരാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ളത് അഡ്മിൻ നോക്കുന്നു. അവർക്ക് അപ്രൂവ് ആവുന്നതിന് മുമ്പേ ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നു. അങ്ങനെ ഇതിനകത്ത് ഡോക്യുമെന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിയിട്ട് അയാൾക്ക് അഡ്മിന് വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം, റിജക്ട് ചെയ്യാം. സ്റ്റാഫിനെ അതേപോലെ തന്നെ. സ്റ്റാഫ് നിലവിൽ ഇപ്പോൾ ഡേറ്റാബേസിൽ അപ്രൂവ് ആവാൻ ബാക്കിയില്ല, അതുകൊണ്ട് ഇവിടെ എം ടി ആയിട്ട് കിടക്കുകയാണ്. അതേമാതിരി അപ്രൂവ് ആയിട്ടുള്ള യൂസേഴ്സിനെ അഡ്മിന് കാണുകയും ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. അതേമാതിരി സ്റ്റാഫിന്റെ കാര്യം, സ്റ്റാഫിന് എത്ര സ്റ്റാഫ്സ് ഉണ്ട്, അവരൊക്കെ എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ ഈ അഡ്മിന് കാണാൻ പറ്റും. റിജക്ട് ചെയ്ത പബ്ലിക്കിന്റെയും റിജക്ട് ചെയ്ത സ്റ്റാഫ്സിന്റെയും ലിസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നുള്ളത് ആപ്ലിക്കേഷൻ. പഞ്ചായത്തിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് ഏതാണ്, എപ്പോഴാണ്, ആപ്ലിക്കേഷൻ എന്തുവാന്നുള്ളതും ആരാണ് അപ്ലൈ ചെയ്തെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് അഡ്മിൻ ഇങ്ങനെ നോക്കാം. വേറെ ഓപ്പറേഷൻസ് ഒന്നും അഡ്മിൻ ചെയ്യത്തില്ല. അതുപോലെ ഫീഡ്ബാക്സ് വരുന്നതും അഡ്മിൻ, ഒരു പബ്ലിക്കിൻ്റെ നിന്ന് വരുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളും അഡ്മിൻ ഇവിടെ നോക്കാം. പിന്നെ അഡ്മിന്റെ പ്രൊഫൈലും അത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട്. അഡ്മിന്റെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരെ അപ്രൂവ് ചെയ്യുക, റിജക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് പബ്ലിക് ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, പിന്നെ എല്ലാം ഒന്നിങ്ങനെ മോണിറ്റർ ചെയ്ത് പോയാൽ മതി. ഇനി രജിസ്ട്രേഷൻ പാർട്ട് കാണിച്ചു തരാം. ഇവിടെ രജിസ്ട്രേഷനിൽ പബ്ലിക്കിനും സ്റ്റാഫിനും രജിസ്റ്റർ ചെയ്യാം. പബ്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് പബ്ലിക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് വരിക. നമുക്കിനി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ആവും. രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അഡ്മിൻ ആയിരിക്കും ഒരു അപ്രൂവൽ ചെയ്യുന്നത്, വെരിഫിക്കേഷൻ ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ പബ്ലിക്കിന് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേമാതിരി സ്റ്റാഫിനും അതുപോലെ തന്നെ അഡ്മിൻ അപ്രൂവ് ചെയ്താലേ അവർക്ക് ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റാഫ് രജിസ്ട്രേഷൻ. ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നു, പേര് കൊടുക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. പബ്ലിക്കിന്റെ പേജിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു പബ്ലിക്കിന്റെ ക്രെഡൻഷ്യൽസ് വെച്ച് ലോഗിൻ ചെയ്യുന്നു. പബ്ലിക്കിന് എന്തൊക്കെയാന്നുള്ളത്, ന്യൂ സ്കീംസ് ഏതൊക്കെ വന്നു എന്നുള്ളത് കാണാം, അവർക്ക് അതിനകത്ത് അപ്ലൈയും ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് അവരായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിവിടെ ഡീറ്റെയിൽസ് വരും. ബുക്ക് അപ്പോയിന്റ്മെന്റ്സ്, ഒരു പബ്ലിക്കിന് എന്തെങ്കിലും പഞ്ചായത്തിലെ ഓഫീസറായിട്ട് സംസാരിക്കണം അല്ലെ സ്റ്റാഫായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം. അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട്
സബ്മിറ്റ് ചെയ്യാം. അതേമാതിരി ഒരു യൂസർ ഏതൊക്കെ അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് നോക്കാം. അപ്പോയിൻമെന്റ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡേറ്റും ടൈമും കൊടുക്കും. അവർ ആ സമയത്ത് പോയി വിസിറ്റ് ചെയ്താൽ മതി. മൈ അപ്പോയിൻമെന്റ് ഗാലറി. ഇതിനകത്ത് സ്റ്റാഫ്സ് അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസും അവർ പുതിയതായിട്ട് വരുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ നോട്ടീസോ ആവട്ടെ അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫീഡ്ബാക്ക്. പബ്ലിക്കിന് ഇവിടുന്നാണ് ഫീഡ്ബാക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫീഡ്ബാക്സ് കാണുന്ന ആരൊക്കെയാന്ന് വെച്ചാൽ അഡ്മിനും കാണും, സ്റ്റാഫും കാണും. പിന്നെ ആ സ്റ്റാഫിന് അവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള പോർട്ടൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു യൂസറിന് വരുന്ന, ഒരു പബ്ലിക്കിന് വരുന്ന സംഭവങ്ങൾ. അടുത്ത ഇനി ഒരു സ്റ്റാഫായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റാഫിൻ്റെ പേജിലാണ്. സ്റ്റാഫിനാണ് മേജർ ആക്ടിവിറ്റീസ് കൂടുതലുള്ളത്. മേജർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പുതിയ സ്കീം ആഡ് ചെയ്യുന്നതും അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യുന്നു, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നു, നിലവിൽ അപ്ലൈ ചെയ്തേക്കുന്ന സ്കീമുകളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് റിമൂവ് ചെയ്യാം. ഇൻഫർമേഷൻസ് ടാബ് ഉണ്ട്. ഇൻഫർമേഷൻ ടാബിനകത്ത് ഡീറ്റെയിൽസ് അടിച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതേമാതിരി അപ്ലോഡ്സ് ഇമേജ്, പോസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈറ്റിലും കൊടുത്ത് പോസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യാം. ആ ഗാലറി, യൂസറിനുള്ള ഗാലറിയിൽ നിലവിൽ കൊടുത്തേക്കുന്ന പോസ്റ്റേഴ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. ആപ്ലിക്കേഷൻ, ന്യൂ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വ്യൂ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ അപ്രൂവ് അല്ലെ റിജക്റ്റ് ചെയ്യാം. അതേമാതിരി പ്രീവിയസ് ആപ്ലിക്കേഷൻസും ഇതുപോലെ വിസിറ്റ് ചെയ്യാം. അപ്പോയിൻമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നോക്കാം. നോക്കിയിട്ട് ഡേറ്റും ടൈമും സെറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അവർക്ക് അപ്പോയിൻമെന്റ് അക്സെപ്റ്റ് ചെയ്യാം. കഴിഞ്ഞ അപ്പോയിൻമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം. പിന്നുള്ളത് യൂസേഴ്സ്, എത്ര യൂസേഴ്സ് ഈ വെബ്സൈറ്റിൽ രജിസ്റ്റേർഡ് ആണ്, വർക്കിംഗ് ആണ്. പിന്നെ സ്റ്റാഫിന് ഫീഡ്ബാക്സ് എല്ലാം വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പം പബ്ലിക് കൊടുക്കുന്ന എന്താ പറയുക, ഫീഡ്ബാക്സ് എല്ലാം അവർക്ക് ഇതിനകത്ത് വിസിറ്റ് ചെയ്യാം. പിന്നെ സ്റ്റാഫിന്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ആണ് ഈ പ്രൊജക്റ്റിൽ ഇത്രയും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രൊജക്റ്റ് ഡിജി പഞ്ചായത്തിന്റെ പ്രൊജക്റ്റിന്റെ ഒരു ഡീറ്റെയിൽസ്.